FCRA നിയമ ഭേദഗതി ബില്ലിൽ ആശങ്ക രേഖപ്പെടുത്തി കത്തോലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ. നിയമ ഭേദഗതി ബിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ. ബിൽ മുന്നോട്ട് നയിക്കുന്നത് ജനാധിപത്യ വിരുദ്ധ വ്യവസ്ഥകളാണെന്നും ഇപ്പോൾ നിയമപരമായി നീങ്ങുന്നത് ആലോചിച്ചിട്ടില്ലെന്നും ഫാദർ മാത്യു കോയിക്കൽ പറഞ്ഞു. Catholic Bishops Conference of India expresses grave concern over the recently introduced Foreign Contribution Regulation Bill 2026. The proposed legislation threatens the operational survival of minorities and the civil society organizations that depend on foreign contributions for essential social, educational and charitable work. Central government to deny license renewals and subsequently assume control over the institutions, funds, properties and assets of minority organizations and NGOs by the proposed designated authority in the bill. അർജുൻ പീതാംബരനാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അർജുൻ, വിദേശ സഹായം സ്വീകരിക്കുന്നതിൽ NGOയെയും മറ്റ് അനുബന്ധ ഓഫീസുകളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ബില്ലാണ്. ഇതിൽ ഏത് തരത്തിലുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒപ്പം തന്നെ ഈ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? പ്രവിത, അനിൽ, ഈ 25-ാം തീയതിയാണ് ലോക്സഭയിൽ FCRA ബില്ല് അവതരിപ്പിച്ചത്. അത് ചർച്ചയ്ക്ക് എടുക്കുന്നതിനും പാസാക്കുന്നതിനും മുൻപ് അതിലെ ചില വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ CBCI വ്യക്തമാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബില്ലിൽ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായിട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ട് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. ന്യൂനപക്ഷങ്ങളുടെയും NGOകളുടെയും സ്വത്ത് കൈവശപ്പെടുത്താനുള്ള ഒരു ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ള ആരോപണം കൂടി അവർ മുന്നോട്ട് വെക്കുന്നത്. അതായത് അംഗീകാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ സഭകളുടെയും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെയും ബന്ധപ്പെട്ടുള്ള പല NGOകളുടെയും അംഗീകാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വത്തുവകകൾ സർക്കാരിന് ഏറ്റെടുക്കാൻ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നതിനെ വലിയ ആശങ്കയോടെയാണ് ഇപ്പോൾ കത്തോലിക്ക സഭാ നേതൃത്വം കാണുന്നത്. ഈ കേരള BJP നേതാക്കളെല്ലാം തന്നെ, അത് MP-മാരെ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ആശങ്ക അറിയിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവരെല്ലാം തന്നെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരക്കിലായതുകൊണ്ട് തന്നെ പലരെയും ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല, പലരുടെയും ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ CBCI വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ സഭയ്ക്ക് സ്വാധീനമുള്ള മേഖലകളിൽ സ്ഥാനാർത്ഥികളോട് തന്നെ നേരിട്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ച് അവരിൽ നിന്നും കൃത്യമായ ഉത്തരം തേടുമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ എന്തായാലും അറിയിക്കുന്നുണ്ട്. ഈ ഒരു ബില്ല് നിയമമായിട്ടില്ല, അതുകൊണ്ട് നിയമ നടപടിയിലേക്ക് ഇപ്പോൾ CBCI കടക്കുന്നില്ല. അതിനു മുന്നേ തന്നെ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് അവരെ ബന്ധപ്പെട്ടുകൊണ്ട് സഭയുടെ നിർദ്ദേശങ്ങൾ നൽകി ഒരു പുനഃപരിശോധന വേണം, ചില വ്യവസ്ഥകളിൽ മാറ്റി ചിന്തിക്കണം എന്നുള്ളൊരു കാര്യം കാര്യം വ്യക്തമാക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ CBCI വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.